തൻ്റെ ഓരോ കുട്ടികളുടെയും ജീവിതത്തിനായി കർത്താവിന് ഒരു നിശ്ചിത പദ്ധതിയും ലക്ഷ്യവുമുണ്ട്. അത് പ്രതീക്ഷിക്കുന്നത് ന്യായമാണ്. ദൈവം ക്രമത്തിൻ്റെയും രീതിയുടെയും ദൈവമാണ്. നമ്മളൊരു വീട് പണിയുകയോ വസ്ത്രം രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ നാം ഒരു പ്ലാൻ, ഒരു പാറ്റേൺ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദൈവവും അവണ്ണം ചെയ്യുന്നു. നിങ്ങളെപ്പോലെ ലോകത്തിൽ മറ്റാരുമില്ല. അതിനാൽ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതുല്യവും വ്യക്തിപരവുമാണ്, നിങ്ങൾക്കായി മാത്രം. നിങ്ങളുടെ ജീവിതത്തിലും ആയുസ്സിലും നിറവേറ്റാൻ കർത്താവിന് ഒരു ലക്ഷ്യമുണ്ട്. അത് മറ്റൊരു വ്യക്തിയിലൂടെയും അവരുടെ ജീവിതത്തിലൂടെയും പൂർത്തീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ലക്ഷ്യവും കണ്ടെത്തണം. ഇത് വ്യക്തമാണ്. എന്നാൽ ചില ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും ലക്ഷ്യങ്ങളും കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു. അതിൻ്റെ ഫലമായി അവരുടെ ജീവിതം മുഴുവൻ നിരാശയും പരാജയവും വീർപ്പുമുട്ടലും തോൽവിയും നിറഞ്ഞതാണ്. മനസ്സാന്തരം വരാത്ത ഓരോ വ്യക്തിയും സ്വയം ആസൂത്രണം ചെയ്ത ജീവിതമാണ് നയിക്കുന്നത്. ശൗൽ തൻ്റെ മാനസാന്തര സമയം വരെ അങ്ങനെ ജീവിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 5-ാം വാക്യം നോക്കുക. എന്നാൽ പല ക്രിസ്ത്യാനികളും സ്വന്തം ജീവിതം ഇതുപോലെ ആസൂത്രണം ചെയ്യുന്നു എന്നത് ഖേദകരമായ സത്യമാണ്. നമ്മൾ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടത്തുന്നു. അത് പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട പടക കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഇത് താരതമ്യം ചെയ്യുക. നാം ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിലാണെന്ന് അറിയുന്നതിനേക്കാൾ വലുതോ ആശ്വാസകരമോ ആയ ഒന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും അതറിയാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ എല്ലാ പദ്ധതികളെക്കാളും മികച്ചതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ. അതുകൊണ്ട് ദൈവഹിതത്തെ ഭയപ്പെടരുത്. അത് നിങ്ങളുടെ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ